നമസ്കാരം. മലയാളി പ്രേക്ഷകർ കാത്തിരുന്നതാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു പ്രൊജക്റ്റിനു വേണ്ടി. MMMN എന്നാണ് ചിത്രത്തിന്റെ വിശേഷണ പേര്. കൊളംബോയിലായിരുന്നു സ്വപ്ന ചിത്രത്തിന്റെ തുടക്കം. മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കൊളംബോയിലെത്തിയിരുന്നു. MMMNന്റെ ദില്ലി ഷെഡ്യൂളിൽ ഒടുവിൽ മോഹൻലാൽ ജോയിൻ ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് എത്തുന്നത്. ചിത്രത്തിന്റെ ന്യൂഡൽഹിയിലെ ലൊക്കേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. ഇതാദ്യമായാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഇരുവരും ഒരുമിച്ചുള്ള ഔദ്യോഗിക ചിത്രം പുറത്തു വരുന്നത്. കൊളംബോയിലായിരുന്നു ചിത്രത്തിന്റെ തുടക്കം. കേരളം, ഡൽഹി, ശ്രീലങ്ക, ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. സിനിമയുടെ 2 ഷെഡ്യൂള് ശ്രീലങ്കയിലും 1 ഷെഡ്യൂള് UAEയിലും 1 ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തീകരിച്ചു. ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറും CR സലീമ, സുഭാഷ്, ജോർജ് മാനുവൽ എന്നിവർ പ്രൊഡ്യൂസർമാരായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധായകനായിട്ടുള്ള ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കാണ് വിറ്റുപോയതെന്നും റിപ്പോർട്ടുണ്ട്. മമ്മൂട്ടി 100 ദിവസത്തോളമാണ് ചിത്രത്തിന് ഡേറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കുഞ്ചാക്കോ ബോബനും നയൻതാരയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലായി ചിത്രത്തിൽ ഉണ്ടാകും. ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി-ഏജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് OTT പ്ലേ. റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി-ഏജിംഗ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും. ബറോസ് ആണ് മോഹൻലാലിൻ്റെതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. സംവിധായകൻ മോഹൻലാൽ എന്ന് ആദ്യമായി ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണ്. ബറോസിന്റെ ബജറ്റ് 150 കോടിയിലധികമാണെന്ന് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഡോക്ടർ ഷാരോൺ തോമസ് അവകാശപ്പെട്ടിരുന്നു. മോഹൻലാൽ പാടുന്നുവെന്നതും ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു എന്നായിരുന്നു പ്രതികരണങ്ങൾ. സംവിധായകൻ മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുത്ത ചിത്രം 3Dയിലാണ് എത്തിയത്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ നായകനായ ഒരു ഫാന്റസി ചിത്രമാണ് ബറോസ്. മാർക്ക് ഇല്ലിനും ലീഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രം കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ ഗുണമാകുന്നില്ല. ബറോസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നതും നേട്ടമായി മാറുന്നില്ല എന്നാണ് കളക്ഷൻ കണക്കുകൾ തെളിയിച്ചത്. കേരളത്തിൽ മാത്രം അഡ്വാൻസായി 1 കോടി രൂപയിലധികം നേടിയിരുന്നു മോഹൻലാൽ ചിത്രം ബറോസ്. എന്നാൽ പിന്നീട് മോഹൻലാലിന്റെ ബറോസ് ചിത്രത്തിന് മുന്നോട്ട് പോകാനായില്ല. വിവിധ ഭാഷകളിലെ താരങ്ങളായിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത്.